സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ്. അതുപോലെ തന്നെ രക്തമ്മ ചേച്ചിക്ക് പനിയാണ്, സുഖമുണ്ടെന്ന് വിശ്വസിക്കുന്നു. സുപ്രിയയുടെ അച്ഛനും അമ്മയ്ക്കും ഹോസ്പിറ്റലിലായിരുന്നു. രണ്ടാളും വീട്ടിൽ വന്നതായിട്ട് അറിഞ്ഞു. രണ്ടാളിനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അച്ഛമ്മ അതുപോലെ തന്നെ അച്ഛമ്മ ചേച്ചി എത്രയും പെട്ടെന്ന് വീഡിയോ ആയിട്ട് തിരിച്ചു വരിക. സുമോദിനും സുമേഷിനും ഒക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കവിതാശ്രീക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കവിതാശ്രീ എന്ന് പറയുന്ന ഒരു പുതിയ വ്ളോഗറുണ്ട്. അത് എൻ്റെ അയൽവാസിയാണ്, എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ വൈഫാണ്. ഞങ്ങൾ എന്നും കാണുന്ന ആൾക്കാരാണ്. അവളെയും കൂടെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യണമുണ്ട് എങ്കിലും ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ തുടങ്ങി. ഒന്നുമില്ല കേട്ടോ, വെറുതെ ഒരു ചെറിയ കുഞ്ഞു വീട്ടുവിശേഷങ്ങൾ മാത്രം. ഞാൻ ഒന്നും ഇടുന്നില്ല. നിങ്ങളതൊക്കെ കണ്ടെന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ പ്രത്യേകിച്ച് വലിയ വീഡിയോകളൊന്നുമില്ല. ഞാൻ എൻ്റെ അരകല്ല് മാത്രമേ ഉള്ളൂ. ഞാൻ രാവിലെ അടുക്കളയിൽ കയറി മീൻ കറിയൊക്കെ വയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും കറണ്ട് അങ്ങ് പോയി. പിന്നെ നമ്മൾ ഈ കറണ്ടിനെ നമ്മളെ പറ്റിക്കാൻ നോക്കിയാൽ നമ്മൾ കറണ്ടിനെയും പറ്റിക്കും. നമുക്ക് അമ്മിയും അടുപ്പൊക്കെ ഉള്ളതാണ്. ഈ അമ്മിയെല്ലാം നമ്മളെ വീട്ടിൽ പണ്ടേ അമ്മിയുള്ള വീടുകളാണ്. എല്ലാവരും പഴയ അമ്മിയൊക്കെ എടുത്ത് മണ്ണിനടിയിൽ വെച്ചു, പുതിയ വീട്ടിൻ്റെ അടിയിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ്. എന്തിനാണ്? നമ്മളെയൊക്കെ ഏജിലുള്ള ആൾക്കാർക്കെല്ലാം അമ്മിയിൽ അരച്ചൊക്കെ നല്ല പരിചയമുള്ളവരാണ്. എങ്കിലും ആരും അരയ്ക്കില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ കറണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അമ്മിയിൽ തന്നെ അരയ്ക്കണം. പിന്നെ അത്യാവശ്യം ഞാൻ അമ്മിയിൽ അരയ്ക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെ രാവിലെ മീൻ കറിക്കൊക്കെ അരച്ച് പറക്കി എടുത്തു. അങ്ങനെ മീൻ കറി അരച്ച് കലക്കി റെഡിയാക്കി വെച്ചു. ഒരു ചെറിയ കണ്ണം കുഴിയുള്ള മീനാണ്. ഇപ്പം ആൾക്കാർ മീൻ എന്തോ പ്രശ്നമെന്ന് പറഞ്ഞ് വാങ്ങാറില്ല, പക്ഷേ ഞങ്ങൾ വാങ്ങും. അങ്ങനെ രാവിലെ മീൻ കറി വെച്ചു, സാമ്പാർ വെച്ചു, ദോശ, പിന്നെ നമ്മളെന്താ ചെയ്തത്, ചക്ക അവിച്ചിട്ടുണ്ടായിരുന്നു, കേബേജ് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും എടുത്തില്ല കേട്ടോ. അതൊന്നും എടുക്കാതെ ഞാൻ ഒരു ചെറിയ വീഡിയോ കാണിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ രാവിലെ ദോശക്കല്ലിൽ അരിയൊക്കെ വടിച്ചതിന് ശേഷം ദോശക്കല്ല് അടുപ്പിൽ വെച്ച് ദോശക്കല്ലിനാണ് ദോശ ചുടണത്. ദോശക്കല്ലിൽ തന്നെയാണ് എല്ലാവരും ചുടണത്. എന്നാൽ ഇത് ഇരുമ്പ് കല്ലാണ്. ഇരുമ്പ് കല്ലിൽ അടുപ്പിൽ വെച്ചാണ് ദോശ ചുടണത്. ഞാൻ ഈ ഇരുമ്പ് കല്ല് അടുപ്പിൽ ഗ്യാസിൽ വയ്ക്കാറില്ല. അങ്ങനെ ഇതാണ് ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിലെ മണവാരി, ഞങ്ങൾ അവിടെ ഒരു ചായക്കടയുണ്ട്, തട്ടുകട. അവിടുത്തെ ചേച്ചി രാവിലെ പപ്പടം പൊരിച്ചു കൂട്ടുകയാണ്. അവിടെ നല്ല കച്ചവടമുള്ള കടയാണ് കേട്ടോ. രാവിലെയും വൈകുന്നേരമാണ് ഭയങ്കര കച്ചവടം. അവിടെ വൈകുന്നേരം ആകുമ്പോൾ കുറേ പലഹാരങ്ങളൊക്കെ കാണും. നമ്മൾ അത്യാവശ്യം അവിടെ നിന്നൊക്കെയാണ് പലഹാരങ്ങൾ വാങ്ങണത്. അങ്ങനെ ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ ഒരു കടയാണ്. ഈ നിന്ന് കാപ്പി കുടിക്കുന്ന ചേച്ചിയുടെ അനിയനാണ്. ഇതാണ് ഉടമസ്ഥൻ. അങ്ങനെ ഉള്ളി തൊലിച്ച് കൂട്ടുകയാണ്. എന്താണെന്ന് പറയുമ്പോൾ ഉള്ളി വടക്കുള്ള ഉള്ളി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്നു. പെരും മഴയാണ്, ഒരു രക്ഷയില്ല. വീട്ടിൽ കുറച്ച് സാധനങ്ങളുമായിട്ട് ചക്കയുണ്ട്, വീട്ടിൽ പോയിട്ട് വരണതാണ്. അത് കഴിഞ്ഞ് വന്ന് കുറച്ച് ചക്കക്കുരു എടുത്ത് അവിച്ചു, അതിനെ കീറി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ്, കായപ്പൊടി, കടലമാവ്, അരിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു നുള്ള് നമ്മളെ ഗരം മസാല ഇട്ട് കേട്ടോ. അത് ഒന്ന് കാണിക്കാൻ വിട്ടുപോയി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് ഞാൻ പൊരിച്ചെടുത്തു. അതാണ് ഇന്നത്തെ വൈകുന്നേരത്തെ ചായക്കടി. അങ്ങനെ അടിപൊളിയായിട്ട് ഇന്ന് ചായക്കടി ഉണ്ടാക്കി. ചക്കക്കുരു കൊണ്ടുള്ള അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ചായയും ഇതൊക്കെ റെഡിയായി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു ചെറിയ മത്തങ്ങ, അതായത് പൂഷണിങ്ങയുടെ വള്ളി കിടപ്പുണ്ട്. അതിൽ കായ ഉണ്ടെന്ന് ഞാൻ കണ്ടില്ല. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഉണ്ടല്ലോ അല്ലേ? ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്. അത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.